क्यों ना हम तुम तेरे जाके अलमस्त पहचानी राहों के परे चल भटक लेना बावरे इन टिमटिमाती निगाहों में इन चमचमाती अदाओं में लुके हुए छुपे हुए है क्या ख्याल बावरे. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ നീണ്ട ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാൻ ഇന്നൊരു വ്ളോഗുമായിട്ട് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് ഇവിടെ ഈസ്റ്റർ വീക്കെൻഡായ ടൈമിൽ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആ ബ്രേക്ക് എടുത്ത കാരണം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് താമസം. ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഇവിടെ പോളണ്ട് വിന്റർ ഡെസ്റ്റിനേഷനായ സാക്കോപാനിലോട്ടാണ് പോകുന്നത്. ക്രാക്കോയിൽ നിന്ന് ട്രെയിൻ എടുത്താണ് ഞങ്ങൾ സാക്കോപാനിലോട്ട് പോകുന്നത്. ട്രെയിൻ അല്ലാതെ നമുക്ക് ബസ്സായിട്ട് ഓപ്ഷനുണ്ട്. സെയിം 2 to 3 hours എത്തും. ഓൾസോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാർ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും, അല്ലെങ്കിൽ ഇവിടുന്ന് കാറൊക്കെ റെന്റ് എടുത്ത് സാക്കോപാനിലോട്ട് പോകും. കുറെ നാളായിട്ട് അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി ഈ ഒരു ഈസ്റ്റർ വീക്കിലാണ് ഞങ്ങൾക്ക് ശരിക്കും പോകാൻ പറ്റിയത്. സ്നോ മൗണ്ടൻസ് എത്താറായി. അതാ നോക്കൂ, അങ്ങ് ദൂരെ മഞ്ഞുമല. സോ നമ്മൾ ഓൾമോസ്റ്റ് സാക്കോപാൻ എത്തി. ആക്ച്വലി ഇപ്പോഴല്ല, ശരിക്കും കട്ട വിന്ററിലാണ് ഇവിടെ വരേണ്ടത്. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ മാത്രമേ കണ്ടുള്ളൂ. സോ ഫൈനലി വി ആർ ഹിയർ അറ്റ് ദ സാക്കോപാൻ സ്റ്റേഷൻ. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റേഷനും. ആൻഡ് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നേരെ നമ്മൾ വന്ന ട്രെയിൻ. ആൻഡ് വി ആർ ഹിയർ അറ്റ് സാക്കോപാൻ. മുകളിലൊക്കെ സ്നോ കാണുന്നുണ്ട്. സ്റ്റേഷനിൽ പുറത്തിറങ്ങിയതും ഏറ്റവും ആദ്യം കണ്ടത് കുതിരവണ്ടിയാണ്. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മുടെ സ്റ്റേയിലോട്ട് പോകാനുള്ള ടാക്സി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതാണ് ഇവിടെ സ്റ്റേഷന് തൊട്ട് പുറത്തുള്ള കാഴ്ച. ഇതൊരു ചെറിയ സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ സ്റ്റേയിലോട്ട് പോകാനുള്ള ടാക്സി ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ എക്സിൽ വണ്ടിയാണ് എടുത്തത്. കാരണം ഓൾമോസ്റ്റ് ഞങ്ങൾ 6-7 പേരുണ്ട്, ഇൻക്ലൂഡിങ് പിള്ളേർ. ആൻഡ് ആ ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു ഡീൽ കിട്ടി. ആൻഡ് ഞങ്ങൾ എക്സിൽ വണ്ടി ബുക്ക് ചെയ്തു. പക്ഷേ നമ്മൾ എടുക്കാൻ വന്ന ഡ്രൈവറിന് കുട്ടി മോൾക്ക് വേണ്ടി എക്സ്ട്രാ 20 സ്ലോട്ട് വേണമെന്ന് പറഞ്ഞു. കാരണം 6 പേര് കൂടുതൽ അവർ വണ്ടിയിൽ അക്കോമഡേറ്റ് ചെയ്യില്ല. 7ാമത്തെ ആളിന് ഒരാളുടെ പൈസ വേണം. ആൻഡ് ഏകദേശം ഒരു 60+ സ്ലോട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ സ്റ്റേയിലെത്തി. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. എന്തായാലും നമ്മുടെ ചെക്ക് ഇൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇക്കായും ചേട്ടനും കൂടി ചെയ്യുന്നുണ്ട്. സോ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്റ്റേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഇവിടുത്തെ കോമൺ റെസ്റ്റോറൻറ്റ് ആൻഡ് കിച്ചൺ ഏരിയ എന്ന് തോന്നുന്നു. ആൻഡ് അവിടെ നിന്ന് നമുക്ക് നേരെ കാണുന്ന റിസപ്ഷൻ. ആൻഡ് ദിസ് ഈസ് ദ പ്ലേ ഏരിയ. അവിടെ ഇതിർകുട്ടിനും അപ്പവും കൂടെ പോയി നിന്ന് ഓൾറെഡി അവർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. ഓപ്പൺ പ്ലീസ്. ഇതിലൊക്കാം. നൈസ്. ലൈറ്റ്സ് ഒന്നുമില്ല. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ബെഡ്, 2 ബെഡ്, ഒരു ഫ്രിഡ്ജ്, ഇത് ബാത്റൂം. ആൻഡ് റൂമിൽ നിന്നുള്ള വ്യൂ നോക്കട്ടെ. വാവ്, മൗണ്ടൻ വ്യൂ സെറ്റ്. രാവിലെ കട്ടൻ ചായ കുടിച്ചിരിക്കാം. അങ്ങനെ എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങളിപ്പോൾ നേരെ ഇവിടെ അടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് വേണം നമുക്ക് ലഞ്ച് കഴിക്കാൻ. നമ്മൾ വന്നപ്പോൾ എക്സൽ ഇതെടുത്ത് നല്ല കോസ്റ്റ്ലിയാണ്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരുന്നു. അതായത് ഞങ്ങളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 വണ്ടിയിലായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകണം. സോ നമ്മളിതാ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. ആൻഡ് ആ കാണുന്ന ഇന്ത്യൻ ടേസ്റ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഇന്ന് ലഞ്ച് കഴിക്കാൻ. അവരെത്തുന്ന നേരം കൊണ്ട് നമ്മൾ ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കയറി നമ്മൾ ബ്രഷും പേസ്റ്റൊക്കെ കഴിച്ചു. ബിക്കോസ് രാവിലെ ഇറങ്ങുന്ന ധൃതിയിൽ ഞങ്ങളുടെ ഒരു ബ്രഷും പേസ്റ്റ് എടുത്ത് ബാഗിനകത്ത് വെക്കാൻ മറന്നു. എന്തായാലും ഷോപ്പിംഗ് കഴിഞ്ഞ് അവരും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലോട്ട് കയറി. റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ്. സത്യം പറയട്ടെ, ശരിക്കും വേസ്റ്റ് ഓഫ് മണി ആയിരുന്നു. ബിക്കോസ് ഒരു പ്ലേറ്റിന് 52 സ്ലോട്ടി മുടക്കി ഞങ്ങൾ ഈ കാണുന്ന ഹൈദരാബാദി ബിരിയാണി എന്ന് അവർ പറയുന്ന സാധനം മേടിച്ചു. ആൻഡ് ഹൈദരാബാദി ബിരിയാണിയുടെ 7 അയലത്തത് പോയിട്ടില്ല. ബേസിക്കലി ഒരു ചിക്കൻ പുലാവ്. ഞങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ആർക്കും സജസ്റ്റ് ഒന്നും ചെയ്തില്ല. ഒരു ചെറിയ ജാക്കറ്റ് തർക്കമായിരുന്നു. എന്തായാലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗുബ്ലക്കോവിലോട്ടാണ്. അവിടെ നിന്നാണ് നമ്മുടെ സാക്കോപാനിലെ ഫസ്റ്റ് അഡ്വഞ്ചർ സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. ഈസ്റ്റർ ഹോളിഡേസ് ആയിട്ട് നല്ലത്. നമ്മൾ തന്നെ അതിൻ്റെ മുകളിലാണ് പോകാൻ പോകുന്നത്. അതെ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഈസ്റ്റർ ടൈമിലാണ്. ആൻഡ് ഈസ്റ്ററിൻ്റെ തലേ ദിവസത്തെ തിരക്കാണ് നിങ്ങളീ കാണുന്നത്. ചെറുപ്പം ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കണം. എന്തൊരു തിരക്കല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇതിന് ഗുബ്ലക്കോവ എന്നല്ല, ഗുബവൂഫ്ക എന്നാണ് പോളിഷ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. ആൻഡ് ഇവിടെ നിന്ന് നമ്മളൊരു ഫെർണിക്കുലർ എടുത്തിട്ട് ടോപ്പിലോട്ട് പോകും. ആൻഡ് ദെൻ മുകളിൽ എക്സ്പ്ലോർ ചെയ്യും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. ബാക്ക്ഗ്രൗണ്ട് കിട്ടത്തില്ല ഇങ്ങനെ.
ഈ ഒരു ഫണിക്കുലറിലാണ് നമ്മൾ കയറി മുകളിലോട്ട് പോകാൻ പോകുന്നത്. 35 സ്ലോട്ടിയാണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്. ഇക്ക സോ നമ്മൾ ക്യൂ നിന്ന് ഇനി കയറാൻ പറ്റുന്ന വിശ്വസിക്കാം. നമ്മളിതാ പോകുന്നേ. ഹൗസ് ഇക്ക എങ്ങനെയുണ്ട്? ഇക്കനെ ഷൂട്ട് ചെയ്യാണ്. ഇതിരു നോക്ക്. ഞങ്ങൾ മൂന്നുപേർക്കും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനൊരു ഫർണിക്കുലർ റൈഡ്. സോ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഓരോ കാഴ്ചകൾ കാണുന്നത്. സോ ലെറ്റ്സ് എൻജോയ് ദ വ്യൂ. സീ ലെവലിൽ നിന്നും ഒരു 1122 മീറ്റേഴ്സ് അബവ് ആയിട്ടുള്ള ഈ ഒരു ഹില്ലെത്താൻ നമുക്ക് 3.5-4 മിനിറ്റ്സ് മതി യൂസിങ് ദ ഫർണിക്കുലർ. ബട്ട് നമുക്കൊരു 30 to 45 മിനിറ്റ്സ് ഹൈക്ക് എടുത്താൽ മുകളിലോട്ട് എത്താൻ പറ്റും. അവിടെ ഒരു ഡെസിഗ്നേറ്റഡ് ട്രെയിൽ ഉണ്ട്. നമുക്ക് മുകളിൽ വരുമ്പോൾ നിറയെ ആക്ടിവിറ്റീസ്, റെസ്റ്റോറൻറ്റ് ആൻഡ് പിന്നെ അവിടെ ഒട്ടും മിസ് ചെയ്യാത്ത ഈ കാണുന്ന ഒരു ഗ്രാവിറ്റേഷണൽ സ്ലൈഡ് ഉണ്ട്. എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അറിയില്ല സക്സസ് ആവുകയില്ല. നമുക്ക് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഒരുപാട് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഇതെല്ലാം ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓൾറെഡി ലഞ്ച് കഴിച്ചുകൊണ്ട് ഐസ്ക്രീം ഒക്കെ ഇരുന്ന് ട്രൈ ഔട്ട് ചെയ്യാണ്. ഇതിരു ഗോ. ഈ കാഴ്സിനൊക്കെ 3 minutes 20 സ്ലോട്ടി. ഇത് വാട്ടർ ഉണ്ടോ അതൊക്കെ ബോൾസ്. ആൻഡ് ഈ കാണുന്നൊരു മോട്ടോർ ബൈക്കിന് 700 സ്ലോട്ടിയാണെന്ന് തോന്നുന്നു 1 hour. ആൻഡ് ഇവരെല്ലാവരും ബോൾസിൽ കളിക്കാൻ പോയി. ഞാൻ നേരത്തെ പറഞ്ഞ ആ റേറ്റ് അവിടെ നിന്ന് ആരോ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഐ എം നോട്ട് ഷുവർ ആ റേറ്റ് തന്നെയാണോ ഇപ്പോഴും. ആൻഡ് ഇവിടെ ഇതിർക്കുട്ടനും പാറും അപ്പും ഒക്കെ ആ ഒരു പ്ലേ ഏരിയ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരിവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. സോ നമ്മൾക്ക് പണി കിട്ടി. തിരിച്ചു പോകാൻ ട്രെയിനിലോ 4 o'clock ഇതിവിടെ ക്ലോസ് ചെയ്തവർ. അറിയാൻ വയ്യ. വി നീഡ് ടു സോർട്ട് ഔട്ട് എന്ത് ചെയ്യണമെന്ന്. ഒട്ടും ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത് നഷ്ടമായി. ആൻഡ് വി ആർ ട്രാപ്ഡ്. നമ്മളങ്ങനെ മലയൊക്കെ ഇറങ്ങി പോവുകയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നടന്ന് പാട്ടും പാടി പോവാം. നല്ല വ്യൂ അല്ലേ? ഇതിര് ഉറങ്ങിയേക്കോ. ഇതിരൻ്റെ വാപ്പച്ചി ഇതിരണ്ട് അങ്ങ് കൈമാറി എടുത്ത്. ഇനിയുണ്ട്, ഇനിയും പോകാനുണ്ടോ? അടിപൊളി. ഞങ്ങൾ വിചാരിച്ചു ഇതിവിടെ ഡെഡ് എൻഡ് ആണെന്ന്. അവരെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ഇനിയുണ്ട് ഒരു 1.5 കിലോമീറ്റർ താഴെ പോകാൻ. 1.5 അല്ല 1.3. ടയർഡായോ? ചെറുതായിട്ട്. ഇതൊരു കുട്ടൻ ഫ്ലാറ്റും കൂടെ ആയതാണ് നമുക്ക്. ഇനി പതിയെ താഴോട്ടെത്താം. ഇനിയുണ്ട്. നമുക്കത് അവിടെയാണ് എത്തേണ്ടത്. ഓൾമോസ്റ്റ് നമ്മൾ എത്തി. അപ്പോഴത്തേക്ക് ഇതിരു കുട്ടൻ ഉറക്കം എണീച്ച് നമ്മൾ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അവൻ ഒരു ബ്രേക്കിനായിട്ട് ഇതാ ഇരിപ്പുണ്ട് മുന്തിരിയും കഴിച്ച്. ഇതിരു കൊള്ളാമോ? ഇതിരു ഗ്രേപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിൽ. ശരിക്കും ഇത് പോളണ്ട് വിൻ്റർ ഡെസ്റ്റിനേഷനാണ്. ഇവിടെ വിൻ്ററിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നടന്നു വരാൻ പോലും പറ്റില്ലായിരിക്കും. അല്ലേ സ്നോ ഒക്കെ മൂടി ഭയങ്കര പാടായിരിക്കും. ഞാനും ഇതിർക്കുട്ടനും കൂടെ ഈ ചിരിച്ചും കളിച്ചും പോകുന്ന കുറച്ചുകൂടെ ഫ്രണ്ട് ചെന്നിട്ട് വീഴാനാണെന്നുള്ള സത്യം ഞങ്ങൾ പിന്നെയാണ് അറിഞ്ഞത്. ബിക്കോസ് അവിടെ മുന്നോട്ട് പോയപ്പോൾ ഒരു കുറച്ച് ഏരിയയിൽ സ്നോ മെൽറ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇവൻ എൻ്റെ കൈവിട്ടോടി, അവനെ പിടിക്കാൻ ഞാൻ ഓടി. അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ് ഒരു പരുവായി ടാക്സി പിടിച്ച് പകുതിയിൽ നിന്ന് ഞങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഇപ്പോൾ റൂമിലോട്ട് പോവാണ്. ആ കോലം കണ്ടില്ലേ? എന്തോ ഭാഗ്യത്തിന് ആ ടാക്സി ചേട്ടൻ നല്ല മനസ്സുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾ അതിൽ അക്കോമഡേറ്റ് ചെയ്തു. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ തിരിച്ച് റൂമിലെത്തിയതിനു ശേഷം ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. ബിക്കോസ് ഓൾറെഡി വീണ് ഞങ്ങൾ നല്ല രീതിയിൽ വേദനയൊക്കെ എടുത്ത് ടയർഡായിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ കാണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നലെ നൈറ്റ് ഫുള്ള്. എന്തായാലും ഇപ്പം ഞങ്ങൾ രാവിലെ എണീച്ചപ്പോൾ അത്യാവശ്യം ബെറ്ററാണ്. ആൻഡ് ഫ്രഷ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ബാൽക്കണി വന്ന് ഒന്ന് ചായ എൻജോയ് ചെയ്ത് കുടിക്കാമെന്ന് ചോദിച്ചു. സോ ഇന്നലെ നമ്മൾ ഗൊബ്ലക്കോവ, അതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ തോന്നുന്നു, അവിടെ പോയി വന്ന വ്ലോഗ് നിങ്ങൾ കണ്ടാണ്. ഫോറസ്ക്യൂ ഒക്കെ പോകുന്നതാണ്. ബട്ട് ആ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ അവിടെ അല്ല, അതിന് പകരം വേറൊരു പുതിയ സ്ഥലത്താണ് പോകാൻ. നമുക്ക് ബാക്കി വിശേഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാണാം. സോ നമ്മൾ റെഡിയായി, അവരും താഴെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് താഴെ പോയിട്ട് ഡിസൈഡ് ചെയ്യാം എങ്ങനെയാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആരും കഴിച്ചിട്ടില്ല.
സോ ലെറ്റ്സ് സീ താഴെ പോയിട്ടെല്ലാം ചെയ്യാം. താഴെ ഇറങ്ങി വന്ന് ഇക്കയും ചേട്ടനും ഒക്കെ തകൃതിയ ഡിസ്കഷനിലാണ് എന്താണ് ചെയ്യേണ്ടത്. ആ ടൈമിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിർകൂട്ടൻ വീണ്ടും പ്ലേ ഏരിയയിൽ പോയിരുന്ന കളിക്കാണ്. ഇന്നലെ വീണയൊക്കെ മറന്നു എന്നാ തോന്നുന്നത്. നമ്മൾ ആക്ച്വലി പ്ലാൻ മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വീണ്ടും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് കാസ്പ്രോവിച്ചിലോട്ടാണ്. അതിന് മുന്നേ നമ്മൾ മാഗ്ഡിയിലോട്ട് പോവാണ്. ആൻഡ് ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് ടാക്സിക്കൊക്കെ ഡബിൾ റേറ്റ്. സോ നമ്മൾ വാക്ക് ചെയ്ത് ഇവിടെ അടുത്തുള്ള മാഗ്ഡി പോയി പിള്ളേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പോവാണ്. നടന്ന് മാഗ്ഡി വരെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ടാക്സി എടുത്തു. ആൻഡ് ഞങ്ങളായിരുന്നു ആദ്യം എത്തിയത്. പിന്നെ ഇതിർക്കുട്ടൻ്റെ മാഗ്ഡി കണ്ട് അപ്പം തന്നെ ചിക്കൻ വേണം, അതായത് ഫ്രഞ്ച് ഫ്രൈസ്. സോ ഞങ്ങൾ അവന് വേണ്ടി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്ത് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പേറ്റ് പൂജ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഫുഡടി പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ സിറ്റി സെൻറ്റർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമുക്ക് കാസ്പ്രോവിച്ചിൽ 3:45 നമ്മുടെ കേബിൾ കാറിൻ്റെ ടൈം. ആൻഡ് ഇത്രയും നേരത്തെ അവിടെ പോയിരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ ഇവിടെ നമുക്ക് കുറച്ച് നേരം കറങ്ങി അടിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാം. ഒരു ട്രിപ്പിന് വന്നിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ആ ട്രിപ്പ് കംപ്ലീറ്റ് ആവുന്നത്? എൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ഷനിലേക്ക് വേണ്ടിയുള്ള മാഗ്നറ്റ്സ് ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഞാൻ ഒരെണ്ണം മേടിച്ചു. ഞാൻ ലാസ്റ്റിൽ എന്തെങ്കിലും കാണിച്ചു. നമുക്ക് ടാക്സി ബുക്ക് ചെയ്ത് കാസ്പ്രോ വെച്ച് നമ്മൾ രാവിലെ പ്ലാൻ മാറ്റി അവസാനം അവിടെ എത്തിന് വേണം അവിടെ പോകാൻ. ജാക്കോപാൻ്റെ സെൻറ്റർ എന്ന് പറയുന്ന സ്ട്രീറ്റിൻ്റെ പേരാണ് ക്രുപ്പോവ്സ്കി. പുതിയതായിട്ട് ഇവിടെ ആരെങ്കിലും വരാനിരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആയിരുന്നു അത്. സോ ക്രുപ്പോവ്സ്കി എന്ന് അടിച്ച് വേണം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ എടുക്കേണ്ടത്. സോ കാസ്പ്രോ വെച്ച് പോകാൻ വേണ്ടി നമ്മൾ ബോൾട്ടിലും ഊബറിലൊക്കെ ടാക്സി നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് റേറ്റിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഈസ്റ്റർ ഡേ ആണിന്ന്. സോ അവിടെ നിന്ന് ലോക്കലി നമ്മളൊരു പയ്യനെ വിളിച്ച് ടാക്സി എടുത്തിട്ടുണ്ട്. ഇവിടെ എത്തി. ഈ പുള്ളിയോടെ നമ്മൾ 60s ഇവിടെ തൊട്ട് മുകളിൽ തന്നെ ഇറക്കി തന്നെ. ആൻഡ് ഇനി നമുക്ക് ജസ്റ്റ് അവിടെ കയറി നമ്മുടെ കേബിൾ കാർ എടുത്താൽ മതി. അതിന് ടൈമിംഗ് ഉണ്ട്. 3:40 നമ്മുടെ ടൈം. ടാക്സി എടുത്തതിന് വരണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അവിടെ താഴെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആൾക്കാർ നടന്നു വരുന്ന ബസ് എടുത്തിട്ടാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ സമയം ഇനിയും ഉണ്ടല്ലോ, ഒരുപാട് സമയമുണ്ടല്ലേ. ഈ കാണുന്നതാണ് ഓഷിപെക്. ബേസിക്കലി പോളിഷ് ഷീപ്പ് മിൽക്ക് ചീസ് ആണ്, സ്മോക്ഡ് മിൽക്ക് ചീസ്. സത്യം പറയട്ടെ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഇക്കത് ഒരു ഓക്കെ ഫ്ലേവർ ആയിരുന്നു. ഇന്നലെ ഞങ്ങൾക്കിത് അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. വീഴ്ചയുടെ ഇടയിൽ എവിടെ നിന്ന് ട്രൈ ചെയ്യാനാണ്. സോ ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഇതിനെ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ പോവാണ്. 1 2 നമ്മൾ ആ വന്ന കേബിൾ കാറിലാണ് പോകാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു ടിക്കറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. 145 സ്ലോട്ടി ആയിരുന്നു. പിന്നെ ടൈം അനുസരിച്ച് ടിക്കറ്റിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. 145 സ്ലോട്ടി ഒരാൾക്കാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് ഇവിടെ നമ്മൾ ഒരു 2 കേബിൾ കാർ എടുത്തിട്ടാണ് ടോപ്പിലോട്ട് പോകുന്നത്. ആൻഡ് ടോപ്പിൽ നമുക്ക് സ്നോ എക്സ്പെക്റ്റ് ചെയ്യാം. സോ വി ആർ സൂപ്പർ എക്സൈറ്റഡ്. ആൻഡ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് കേബിൾ കാർ എടുത്തിട്ടുണ്ട്. ഇതൊരു ഭംഗിയല്ലേ കാണാൻ. ഞങ്ങൾ ഇതിൻ്റെ എൻ്റെ എത്താറായപ്പോൾ, അതായത് നമ്മുടെ ഫസ്റ്റ് കേബിൾ കാറിൻ്റെ എൻ്റെ എത്താറായപ്പോൾ തന്നെ കുറച്ച് സ്നോ ഒക്കെ കണ്ടു. ആൻഡ് ഇവിടെ നമുക്കിനി കേബിൾ കാർ ചേഞ്ച് ചെയ്യണം. ആൻഡ് ദെൻ നമ്മൾ ടോപ്പിലോട്ട് പോകും. സൂക്ഷിച്ച് നമുക്ക് പറ്റുമായിരുന്നു. സോ വി ആർ ഹിയർ ഫോർ സെക്കൻഡ് കേബിൾ കാർ എടുത്തപ്പോഴായിരുന്നു കിഡ്ലൻ. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ആ കാറ്റിൻ്റെ ശബ്ദം വരുന്നില്ല. അത് ആ കേബിൾ കാർ കാറ്റ് പിടിക്കുന്നത് എന്താണ് ടെക്നിക്ക് എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അടുത്ത സെറ്റ് ആൾക്കാർ ആ ഡോർ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച ഇത്രയും അമേസിങ് ആയിരിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആൻഡ് ഇതൊന്നുമല്ല, ഇവിടെ എക്സ്ട്രീം വിൻ്ററിൽ വരുമ്പോൾ മിക്കവാറും ഇതിൻ്റെ ഡബിൾ മഞ്ഞ് കാണും. എന്തായാലും ലൈഫിൽ ഒരു വട്ടം കൂടി ഇവിടെ വരണമെന്ന് ഞങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ബിക്കോസ് ഇപ്രാവശ്യത്തെ ഈ ഒരു വരവിൽ ഞങ്ങൾക്ക് ഇവിടെ നേരെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം ഓൾറെഡി ഇന്നലെ ഞങ്ങൾ വീണു. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷൂസ് നോർമലാണ്. മിക്കവാറും ഈ സ്നോയിലൊക്കെ നമ്മൾ നടക്കാൻ ഇറങ്ങിയാൽ തെന്നി അടിച്ച് ഇന്നലത്തേനും കാട്ടിലും മോശം അവസ്ഥയായിരിക്കും. നമ്മളുടെ ഈ പ്രോപ്പർ ഷൂസ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഞങ്ങൾ അങ്ങ് അറ്റം വരെ വാക്ക് ചെയ്തെങ്കിൽ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഷൂസ് ഇല്ല, പ്രോപ്പർലി ഡ്രസ്ഡും അല്ല. സോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്രാവശ്യം വന്നത് ചെറിയൊരു നഷ്ടമായെങ്കിലും നെക്സ്റ്റ് ടൈം പക്ക ഞങ്ങൾ ഇവിടെ വീണ്ടും വരുമെന്ന്, അതും എക്സ്ട്രീം എൻട്രി വന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്കൊക്കെ തണുക്കാൻ തുടങ്ങി. സോ ഞങ്ങൾ അകത്തോട്ട് വന്നു. ആൻഡ് ഐ തിങ്ക് ഹാർഡ്ലി ഒരു 10-15 മിനിറ്റ്സ് ആയിരിക്കും ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തത്. തണുപ്പ് കാറ്റുണ്ട്. 6-2 ഇനി അടുത്തേലേ പോകാൻ പറ്റും. 5 ഇനി നമുക്കതിൽ പോകാൻ പറ്റില്ല. മിക്കവാറും അടുത്തേലേ നമുക്ക് പോകാൻ പറ്റൂ അല്ലേ ഇക്ക? പക്ഷെ സെറ്റ് സ്ഥലം ഞങ്ങൾക്ക് ശരിക്കും നഷ്ടമായി ഇവിടെ വന്നത്. ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇതാ നമ്മൾക്കിത് തിരിച്ചു പോകാനുള്ള കേബിൾ കാർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ കയറി 2 കേബിൾ കാർ ഇറങ്ങി കയറി ഏറ്റവും താഴെ പോയേക്കാം. പക്ഷെ നമ്മൾ വന്ന് ഇറങ്ങി. നമ്മൾ ഇറങ്ങുമ്പോൾ ഈ സ്റ്റേജ് വന്ന് ഇറങ്ങണം. നമ്മൾ കയറുന്ന ആ സൈഡിൽ നിന്നും ഇറങ്ങുന്ന ഈ സൈഡിൽ നിന്നാണ്. അപ്പം അത് ഇറങ്ങിയോ? വന്ന വഴി തന്നെ ഇറങ്ങായിരുന്നു.
നമുക്ക് അങ്ങനെ പോവാം. ശരിക്കും ഇത് വേർത്താണ്. ബട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഷൂസും എല്ലാം ഇട്ട് വന്നാൽ നമുക്ക് ഏത് അത് നമുക്ക് അതറിയില്ലായിരുന്നു. സോ ഇനി നോക്കാം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഇങ്ങനെ നമുക്ക് ബസ്സസൊക്കെ കയറി തിരിച്ച് സിറ്റി സെൻറ്ററിലോട്ട് വന്നു പോവാം. നല്ല പഴയ ഇതുണ്ട്. ഏതാണ് സ്റ്റോപ്പിൻ്റെ പേര് ഏതാ? കുഷ്നിഷ് എന്താണ്? കുഷ്നിക്സ അങ്ങനെയാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മുടെ ടാക്സി ചേട്ടൻ പറഞ്ഞു തന്നെയാണ്. സോ നമ്മൾ വന്നപ്പോൾ ഒരു സ്ട്രീം കണ്ടായിരുന്നു. അത് ജസ്റ്റ് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാതെ. യെസ്, ഇംഗ്ലീഷിലും പോളിഷിലും പ്രൊനൗൺസിയേഷൻ എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതങ്ങനെ വായിക്കും. സോ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രീം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന ഒരു ഏരിയയിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ സ്ട്രീം കാണാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ അവരുടെ പേരിൻ്റെ ബോർഡുണ്ട്. ഇതാണ് ആ ബോർഡ്. സോ ഈ ഒരു ഏരിയ നമുക്ക് കുറച്ച് നേരം നിന്ന് എക്സ്പ്ലോർ ചെയ്ത്. നൈസ് അല്ലേ? ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ കൊടൈക്കനാൽ പോയിട്ടൊരു സ്ഥലത്ത് പോയത്? അവിടെ നിൽക്കുമോ ആ സ്ഥലത്ത് നിന്ന് നല്ല ഫോട്ടോ. നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. നമുക്ക് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്യാൻ. ആൻഡ് ഈവൻ നിങ്ങൾ ഫുഡ് കൊണ്ടുവരികയാണെങ്കിൽ അവിടെ 2 ടേബിളൊക്കെ ഉണ്ട്. അതായത് വുഡൻ ലോക്സ് വെച്ചിട്ടുണ്ടാക്കിയ ടേബിൾ. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഒരു കടയുണ്ട്, റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞാൽ. അവിടെ പോയി ഡിന്നർ കഴിക്കാൻ വേണ്ടിയാണ്. വളരെ എക്സ്പെക്റ്റേഷന് കൂടിയാണ് ഞങ്ങൾ ഈ കടയിൽ വന്നത്. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെർ 100 grams 6.90 സ്ലോട്ടിക്ക് ആയിരിക്കും അവർ വേ ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും അടിപൊളി കാര്യം എന്താണെന്ന് അറിയാം, അവർ ആ പ്ലേറ്റിൻ്റെ വെയിറ്റ് മാറ്റിയിട്ടാണ് നിങ്ങളുടെ ഫുഡിൻ്റെ കോസ്റ്റ് മാത്രം എടുക്കും. ചില കടകളിൽ അങ്ങനെയല്ല, അവർ ഇൻക്ലൂഡിങ് പ്ലേറ്റ് വേണമെങ്കിൽ വേ ചെയ്യും. സോ ഈ കാണുന്ന ഫുഡാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. ഇത് ബട്ടർ നാൻ 14 സ്ലോട്ടി, ബിരിയാണി, ടിക്ക, അതിൻ്റെ ബട്ടർ ചിക്കൻ. എനിക്ക് 38ഉം ഇക്കാക്ക് ചിക്കൻ ബിരിയാണി മാത്രം 32 സ്ലോട്ടി, 400 സംതിങ് ഗ്രാം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഇന്നലത്തെ കാണുന്നത് നല്ല ബിരിയാണിയാണെന്ന് പറയുന്നത്. ഇന്നലെ കാസ്പ്രോ വെച്ച് പോയി തിരിച്ചു വന്നതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഒരു കടയിൽ നിന്ന് ഫുഡും കഴിച്ച് നമ്മൾ തിരിച്ചു. അതെ, റെഡ് ചില്ലീസിന് ഷോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു വീഡിയോ പിടിച്ചില്ല. സോ ഇന്ന് നമ്മൾ തിരിച്ച് ക്രാക്കോയിലോട്ട് പോവാണ്. ആൻഡ് 8:36 നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് ക്രാക്കോ ഗ്രൗണ്ടിലോട്ട്. ദെൻ അവിടെ നിന്ന് വേറൊരു ട്രെയിൻ പിടിച്ച് നമ്മൾ ലാഗ്വിനിലേക്ക് പോകും. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ കഴിച്ച ഇന്ത്യൻ ടേസ്റ്റിനെക്കാളും ഞാൻ എല്ലാവർക്കും ഈ ഒരു റെഡ് ചില്ലീസ് റെസ്റ്റോറൻറ്റ് ഡെഫിനറ്റ്ലി സജസ്റ്റ്. നമ്മൾ തിരിച്ച് വീടൊക്കെ എത്തി. ആൻഡ് എൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ഷനിൽ ഒരു സ്ഥലം കൂടെ, സാക്കുപ്പാൻ. അപ്പോൾ ഇത്രയുള്ള ഒരു കുട്ടി സാക്കുപ്പാൻ വ്ളോഗ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു വ്ളോഗ് ബൈ.